നമസ്കാരം, സ്വാഗതം മൈഫിനിലേക്ക്. ഇന്ധനവിലയാണ് ഇന്നത്തെ വിഷയം. രാജ്യത്ത് ദിവസേന ഇന്ധനവില വർദ്ധിക്കുകയാണ്. ഓരോ ദിവസവും ഇന്ധനവില 1 രൂപയ്ക്ക് അടുത്ത് വെച്ചാണ് കൂടുന്നത്. നിത്യേന 50 പൈസയും 80 പൈസയും ഒക്കെ ഉയരുന്നത് നിസ്സാര കണക്കാണ് എന്ന് പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നുമെങ്കിലും വാരാന്ത്യത്തിലെ കണക്കെടുത്ത് നോക്കുമ്പോൾ അത് നമ്മളെ ഞെട്ടിപ്പിക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ ഒരു വളർച്ച എങ്ങനെയാണ്, പെട്രോളിൻ്റെ ഈ ഡീസലിൻ്റെ ഒക്കെ വിലയിലെ വളർച്ച എങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത് എന്നുള്ളത് ഗ്രാഫിക്സിൻ്റെയൊക്കെ കൂടി സഹായത്തോടു കൂടി നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഇവിടേക്ക് ഒരു ഗ്രാഫിക്കൽ ചിത്രീകരണം കാണാം. അതായത് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഈ കഴിഞ്ഞ ആഴ്ച അവസാനിക്കുമ്പോൾ വില ഈ കാറ് ഒരു പെട്രോൾ പമ്പ് ഇതൊക്കെ ഒന്ന് പ്രതീകാത്മകമായി ഇന്ധനവിലയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് വരുത്തിയതാണ്. ഓക്കെ, നമുക്ക് ഇവിടെ ഈ കാറിൻ്റെ മുകളിൽ എഴുതി കാണിച്ചിരിക്കുന്ന വില നമുക്കറിയാം. 115 രൂപ 7 പൈസയാണ് പെട്രോളിന് 1 ലിറ്ററിന് വില എന്ന് പറയുമ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച അവസാനിക്കുമ്പോൾ ഉണ്ടായിരുന്ന വിലയാണ്. അപ്പോൾ ഈ വിലയുടെ ഈ സ്ഥിതിയിലേക്കുള്ള വളർച്ച എങ്ങനെയാണ് ഉണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വില ഉയർന്നു നിൽക്കുന്നതെന്നൊക്കെയാണ് നാം ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. ഏപ്രിൽ മാസം ആദ്യത്തെ ആഴ്ച പിന്നിടുമ്പോൾ 3 രൂപ 6 പൈസ പെട്രോളിനും 3 രൂപ 92 പൈസ ഡീസലിനും വർദ്ധിച്ചു. 16 ദിവസത്തിനിടെ ലിറ്ററിന് 10 രൂപയുടെ വർധനയാണ് ഉണ്ടായത്. ആദ്യം നമുക്ക് കഴിഞ്ഞ ഒരാഴ്ച രാജ്യത്തുണ്ടായിട്ടുള്ള ഇന്ധനവിലയുടെ വർധന എത്രത്തോളം ആണ് എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ കഴിഞ്ഞ ഒരാഴ്ച എന്ന് പറയുമ്പോൾ ഈ 10-ാം തീയതി അവസാനിക്കുന്ന ആഴ്ച എങ്ങനെയാണ് പെട്രോളിൻ്റെ വില മാറിയത്, ഓരോ ദിവസവും എങ്ങനെ മാറി എന്നുള്ളത് നമുക്ക് ഒന്ന് ഈ ഗ്രാഫിക്സിൻ്റെ സഹായത്തോടെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇവിടെ നമുക്ക് ഈ ഗ്രാഫിക്സിൽ കാണാവുന്നത് പോലെ ഈ ഏപ്രിൽ മാസം 4-ാം തീയതി തിങ്കളാഴ്ച തുടങ്ങുമ്പോൾ ഏറ്റവും മുകളിൽ കാണുന്ന വില നോക്കൂ, 115 രൂപ 43 പൈസയായിരുന്നു. അത് ചൊവ്വാഴ്ച തൊട്ടടുത്ത ദിവസം 116 രൂപ 30 പൈസയിലേക്ക് മാറുന്നു. അതേസമയം തൊട്ടടുത്ത ദിവസം അത് 117 രൂപ 17 പൈസയായി മാറുന്നുണ്ടെങ്കിലും പിന്നീട് അങ്ങോട്ട് അടുത്ത 4-5 ദിവസത്തേക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ലാതെ തുടരുകയാണ്. എന്ന് പറയുമ്പോൾ ഈ 10-ാം തീയതി ഞായറാഴ്ച എത്തുമ്പോൾ 117 രൂപ 17 പൈസ എന്ന നിലയിലാണ് പെട്രോളിൻ്റെ വില നിൽക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ ചിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്ന വളരെ കൗതുകകരമായ ഒരു കാര്യം കൂടിയുണ്ട്. അതൊരു രാഷ്ട്രീയ ചിത്രം കൂടിയാണ്. ഈ പെട്രോളിൻ്റെ രാഷ്ട്രീയം വളരെ കൗതുകകരമാണ്. അത് ഇവിടുത്തെ രാജ്യത്തെ രാഷ്ട്രീയ നിലയുമായി നേരിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നതെന്ന് പലപ്പോഴും നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ ഏകദേശം 137 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ധനവിലയിൽ വർധനയുണ്ടായത്. കൃത്യമായി പറഞ്ഞാൽ 4 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം. 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് കഴിഞ്ഞ 4 മാസമായി ഇന്ധനവില വർദ്ധിപ്പിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഫലപ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ ഇന്ധനവില കുത്തനെ ഉയരുമെന്ന റിപ്പോർട്ടുകൾ ശരിവയ്ക്കുന്ന തരത്തിലായിരുന്നു പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ നാം വർധന കണ്ടത്. ഈ നഷ്ടം നികത്താൻ ലിറ്ററിന് 15 രൂപ മുതൽ 20 രൂപ വരെ വർദ്ധിപ്പിക്കേണ്ടി വരും എന്ന് കമ്പനികൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഈ നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ 4 മാസം കൂട്ടാതിരുന്ന സമയത്തെ വർധന നികത്തിയെടുക്കാൻ, ആ നഷ്ടം നികത്തിയെടുക്കാൻ 15 രൂപ മുതൽ 20 രൂപ വരെ കൂട്ടേണ്ടി വരുമെന്നാണ് അവരുടെ വാദം. ഏതാണ്ട് മാർച്ച് 22 മുതൽ പുനരാരംഭിച്ച വില വർധന ഇപ്പോഴും തുടരുകയാണ്. ഇതുവരെ 14 തവണയാണ് പെട്രോളിനും ഡീസലിനും വില കൂട്ടിയത്. നമുക്ക് രാജ്യത്തും സംസ്ഥാനത്തും എപ്രകാരമാണ് ഈ മാറ്റം പ്രതിഫലിച്ചതെന്ന് കൂടി നോക്കേണ്ടതുണ്ട്. അതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം കൂടി നോക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം കഴിഞ്ഞ ഒരാഴ്ച രാജ്യത്തുണ്ടായിട്ടുള്ള ഇന്ധനവിലയുടെ വർധന എത്രത്തോളമാണെന്ന് നമുക്ക് നോക്കാം. ഒരു ഗ്രാഫിക്സിൻ്റെ സഹായത്തോടെ പുതുക്കിയ നിരക്ക് പ്രകാരം പ്രധാനപ്പെട്ട നഗരങ്ങളിലെ ചിത്രം നോക്കാനായിട്ട് നമുക്ക് ഇന്ത്യയുടെ മാപ്പിനെ വലതുവശത്തേക്ക് കൊണ്ടുവരാം. ഓക്കെ, ഇന്ത്യയുടെ മാപ്പ് വന്നു കഴിഞ്ഞു. ഇനി അതിൻ്റെ ഓരോ നഗരങ്ങളിലേതായിട്ടുള്ള ചിത്രങ്ങൾ കൂടി തന്നാൽ. ആദ്യം വരുന്നത് മുംബൈയുടെ ചിത്രമാണ്, മഹാരാഷ്ട്ര. അവിടെ പെട്രോളിൻ്റെ വില നോക്കൂ, ഏപ്രിൽ 1-ാം തീയതി തുടങ്ങുമ്പോൾ 116 രൂപ 72 പൈസയായിരുന്നു. അത് ഏപ്രിൽ 7 ആകുമ്പോൾ 120 രൂപ 50 പൈസയായിട്ട് മാറുന്നുണ്ട്. എന്ന് പറയുമ്പോൾ ആ 7-8 ദിവസത്തിനുള്ളിൽ ഇത്രയും വർധന ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഡീസലിൻ്റേത് നോക്കൂ, അവിടെ ഏപ്രിൽ 1-ാം തീയതി 100 രൂപ 94 പൈസയായിരുന്നത് ഏപ്രിൽ 7 ആകുമ്പോൾ 104 രൂപ 77 പൈസയായി മാറുന്നുണ്ട്. അത്രയും വർധന ഡീസലിൻ്റെ കാര്യത്തിൽ മാത്രം ഉണ്ടാകുന്നു. ഓക്കെ, മുംബൈ നമുക്കങ്ങ് തിരിച്ചുവിട്ട് അടുത്ത പ്രധാനപ്പെട്ട നഗരം ഡൽഹി. ഓക്കെ, ഡൽഹിയിലെ ചിത്രം പെട്രോളിന് ഏപ്രിൽ 1-ാം തീയതി നോക്കൂ, 101 രൂപ 81 പൈസയായിരുന്നത് അവിടെ നിന്ന് ഏപ്രിൽ 7 എത്തുമ്പോൾ 105 രൂപ 41 പൈസയാകുന്നു. ഡീസലിൻ്റേത് 93.7 നിന്ന്
96.67 എന്ന നിലയിലേക്ക് മാറുന്നു. ഓക്കെ, നമുക്ക് മറ്റൊരു നഗരത്തിലേത് നോക്കാം. ശരി, കൊൽക്കത്ത, പശ്ചിമ ബംഗാളിലെ ചിത്രം ഇങ്ങനെയാണ്. 111 രൂപ 35 പൈസയായിരുന്നു ഏപ്രിൽ 1-ന്. അത് ഏപ്രിൽ 7 ആകുമ്പോഴേക്കും 115 രൂപ 12 പൈസയായി മാറുന്നു. ഡീസലിൻ്റേതോ 96 രൂപ 22 പൈസയിൽ നിന്ന് 99 രൂപ 83 പൈസ എന്ന നിലയിലേക്ക് മാറ്റുന്നു. ഇനി നമുക്ക് തമിഴ്നാട്ടിലേക്ക് വന്നാൽ ചെന്നൈ നഗരത്തിൽ പെട്രോളിൻ്റെ വില ഏപ്രിൽ 1-ാം തീയതി 107 രൂപ 45 പൈസയായിരുന്നു, ഈ കാണും പോലെ. അത് ഏപ്രിൽ 7-ാം തീയതി എത്തുമ്പോൾ 110 രൂപ 85 പൈസയായിരുന്നു. താരതമ്യേന മറ്റു നഗരങ്ങളുമായി ബന്ധപ്പെടുത്തുമ്പോൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ചെറിയ കുറവ് അവിടെ കാണാം. എന്ന് പറയുമ്പോൾ ആ വർധനയിൽ കുറച്ച് ചെറിയ കുറവ് അവിടെ കാണാം. ഡീസലിൻ്റെ വില നോക്കൂ, 97 രൂപ 52 പൈസയിൽ നിന്ന് 100 രൂപ 91 പൈസ എന്ന നിലയിലേക്കാണ് ചെന്നൈയിൽ മാറിയത്. ഇത് രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ ഇങ്ങനെയായിരുന്നു ചിത്രമെങ്കിൽ നമുക്ക് ഈ ഇന്ത്യയുടെ മാപ്പിനെ പറഞ്ഞു വിട്ടതിന് ശേഷം അവിടേക്ക് കേരളത്തിൻ്റെ മാപ്പ് കൊണ്ടുവന്ന് കേരളത്തിലെ ചിത്രം എന്തായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നുകൂടി, പ്രധാനപ്പെട്ട നഗരങ്ങളിൽ എങ്ങനെയായിരുന്നു വില റിഫ്ലക്റ്റ് ചെയ്തതെന്ന് കൂടി നമുക്ക് നോക്കാം. കേരളം വരട്ടെ. ഓക്കെ, കേരളത്തിൻ്റെ മാപ്പ് വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ആദ്യം തുടങ്ങുന്നത് എവിടെ നിന്നാണ്? തിരുവനന്തപുരത്ത് നിന്ന്. ഓക്കെ, തിരുവനന്തപുരം നഗരത്തിൽ പെട്രോളിൻ്റെ വില ഏപ്രിൽ 1-ന് 113 രൂപ 27 പൈസയായിരുന്നു. അത് ഏപ്രിൽ 7 ആകുമ്പോൾ 117 രൂപ 19 പൈസയാകുന്നു. ഡീസലിൻ്റെ വില നോക്കൂ, നമുക്ക് കാണാം ഏപ്രിൽ 1 റെക്കോർഡ് ചെയ്തിരിക്കുന്നത് 100 രൂപ 14 പൈസയാണെങ്കിൽ ഏപ്രിൽ 7 ആകുമ്പോൾ അത് 103 രൂപ 95 പൈസയായി മാറുന്നു. ഇനി കേരളത്തിലെ മറ്റൊരു നഗരത്തിൽ നിന്ന്, കൊച്ചി പൊതുവെ ഇത്തരം വിലകളുടെ വർധനയൊക്കെ പെട്ടെന്ന് പ്രതിഫലിക്കുന്ന ഒരു നഗരമാണ്. ഇപ്പോൾ പെട്രോളിൻ്റേത് സ്വാഭാവികമായിട്ടും മറ്റെല്ലായിടത്തെയും പോലെ തന്നെയാണ് കൊച്ചിയിലും സംഭവിക്കുന്നത്. ഇവിടെ 111 രൂപ 20 പൈസ എന്നതായിരുന്നു പെട്രോളിൻ്റെ വില ഏപ്രിൽ 1-ന്. അത് ഏപ്രിൽ 7 ആകുമ്പോൾ 115 രൂപ 25 പൈസയായി മാറുന്നു. ഡീസലിൻ്റേത് 98 രൂപ 22 പൈസ എന്നുള്ളത് 102 രൂപ 12 പൈസയായി മാറുന്നു. കോഴിക്കോട്ടെ ചിത്രം കൂടി നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. ഓക്കെ, കോഴിക്കോട്ടെ സ്ഥിതി പെട്രോളിന് 111 രൂപ 82 പൈസയായിരുന്നു, 115.37 പൈസയായി മാറുന്നു. ഡീസലിൻ്റേത് 98 രൂപ 83 പൈസയിൽ നിന്ന് 102 രൂപ 26 പൈസയിലേക്ക് മാറുന്നു. ഇതാണ് കേരളത്തിൻ്റെ ചിത്രം. ഓക്കെ, എന്തുകൊണ്ടാണ് വില ഇങ്ങനെ കൂടുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സാധാരണ രീതിയിൽ നാം എപ്പോഴും പറഞ്ഞു കേൾക്കാറുള്ള ഒരു വാദം, അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കൂടുന്നു, അതുകൊണ്ട് ഇവിടെയും വില വർധന ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാദം. സർക്കാരിൻ്റെ വാദം അതാണ്. ഇപ്പോൾ ഇന്ധനവില വർദ്ധിക്കുന്നതിന് അത് ഒരു പരിധി വരെ ശരിയാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഈ അന്താരാഷ്ട്ര വിപണി എന്ന് പറയുന്നത് ഈ ഒപെക്, അതായത് എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന 13 രാജ്യങ്ങളുടെ സംഘടന ഒപെക് നിശ്ചയിക്കുന്ന വിലയാണ് അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിലിൻ്റെ വിലയായിട്ട് വരുന്നത്. അപ്പോൾ ഈ ക്രൂഡ് ഓയിൽ എത്രത്തോളം ഉൽപ്പാദിപ്പിക്കണം, എത്ര വിലയ്ക്ക് വിൽക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഒപെക്കാണ്. ഇങ്ങനെ നിശ്ചയിക്കുന്ന എണ്ണവിലയെ ആശ്രയിച്ചാണ് എണ്ണ കമ്പനികൾ വില കുറയ്ക്കുകയും കൂട്ടുകയും ഒക്കെ ചെയ്യുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുറഞ്ഞാൽ താരതമ്യേന ആഭ്യന്തര വിപണിയിൽ ഇന്ധനവില കുറയേണ്ടതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ കുറയാതെ ഇത് കൂടി തന്നെ നിൽക്കുന്നത്? ഇത്രയധികം ഉയർന്നു നിൽക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് ഈ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ സഹായത്തോടു കൂടി പരിശോധിച്ച് നോക്കാം. എനിക്ക് മുന്നിലേക്ക് ആ ഗ്രാഫിക്സ് ഒന്ന് വന്നാൽ, ആ താരതമ്യത്തിൻ്റെ ഗ്രാഫിക്സ് ഒന്ന് വന്നാലേ. ഓക്കെ, ഞാനിപ്പോൾ ഈ നിൽക്കുന്നത് ക്രൂഡ് വില എന്ന് പറയുന്ന 3 ബാറുകളുടെ എന്ന് പറഞ്ഞാൽ 3 വർഷത്തെ ക്രൂഡ് വില രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ബാർ സമുച്ചയത്തിൻ്റെ പുറകുവശത്താണ്. എനിക്ക് വലതുവശത്തും ഇടതുവശത്തുമായി കാണുന്നത് ഈ 2014-ലെയും 2021-ലെയും ചിത്രം വളരെ വ്യക്തമായി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. 2014-ലേക്ക് എത്തിയാൽ 2014-ൽ $98 ക്രൂഡിൻ്റെ വില. ഈ സമയത്ത് നമുക്ക് ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും ആഭ്യന്തര വിലയാണ് ഈ എൻ്റെ വലതുവശത്തും ഇടതുവശത്തുമായിട്ട് നിങ്ങൾ കാണുന്നത്. 2014-ലെ ചിത്രം നോക്കൂ. ഡീസലിൻ്റേത് 61 രൂപ 97 പൈസയാണ്. ഏറ്റവും അറ്റത്തെ വില അതാണ് കാണിക്കുന്നത്. പെട്രോളിൻ്റെ വില ഇപ്പുറത്ത് ഈ അറ്റത്ത് നമ്മൾ കാണുന്നത് പോലെ 79 രൂപ 36 പൈസയാണ്. ഇതാണ് 2014-ലെ ചിത്രം. അതാ 98-ൽ നിന്ന് ക്രൂഡിൻ്റെ വില പെട്ടെന്ന് 2015-ൽ വളരെ താഴേക്ക് വന്നു, 53 എന്ന ചിത്രത്തിലേക്ക് വന്നു. പക്ഷേ അപ്പോൾ അതിന് ആനുപാതികമായ കുറവുണ്ടായോ? നോക്കൂ, നമുക്ക് ഈ ബാറുകളിൽ നിന്ന് തന്നെ വളരെ വ്യത്യസ്തമാണ്. ആനുപാതികമായ കുറവുണ്ടായിട്ടേയില്ല. 98-ൽ നിന്ന് 53-ലേക്ക് ക്രൂഡ് കുത്തനെ താഴ്ന്നു. പക്ഷേ
പെട്രോളിൻ്റെ വിലയുടെ ഡീസലിൻ്റെ വിലയുടെ കണക്ക് നിങ്ങൾ നോക്കൂ. 61 രൂപ 97 പൈസയിൽ നിന്ന് കേവലം 56 രൂപ 85 പൈസയിലേക്ക് മാത്രമേ മാറിയുള്ളൂ. ഇപ്പുറത്ത് പെട്രോളിനും സമാനമായ കാര്യമാണ് സംഭവിച്ചത്. 2014 98 രൂപ ക്രൂഡ് നിന്നപ്പോൾ 79 രൂപയിൽ നിന്ന് അത് ക്രൂഡ് വില 53 രൂപയായപ്പോഴും 73 രൂപ 76 പൈസ എന്ന നിലയിൽ പെട്രോളിൻ്റെ വില നിന്നു. ഇതേ ചിത്രം നമുക്ക് 2021 ആകുമ്പോൾ ഇപ്പോൾ രാജ്യാന്തര വിപണിയിൽ 70 രൂപ 68 ആണ്. ക്ഷമിക്കണം, രൂപയല്ല, ഡോളർ. 70 രൂപയ്ക്ക് മുകളിലാണ്, $70 മുകളിലാണ് ക്രൂഡിൻ്റെ വില രാജ്യാന്തര വിപണിയിൽ നിൽക്കുന്നത്. അതേസമയം ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും വില നോക്കൂ. നമുക്ക് ഞാൻ നിൽക്കുന്ന തൊട്ട് മുമ്പിലെ ക്രൂഡ് വിലയിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന വില രേഖപ്പെടുത്തിയിരുന്ന 2014 താരതമ്യപ്പെടുത്തുമ്പോൾ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില നോക്കൂ, വളരെ ഉയരത്തിലാണ്. അന്നത്തെ ആ ഏറ്റവും ഉയർന്ന വില ക്രൂഡിന് നിൽക്കുന്ന അതിനേക്കാൾ കൂടുതൽ പെട്രോളിനും ഡീസലിനും ആഭ്യന്തര വിപണിയിൽ വില ഉയർന്നു നിൽക്കുന്നു. അത് എന്തുകൊണ്ടാണ് എന്ന് പരിശോധിക്കുമ്പോഴാണ് നമുക്ക് ഇവിടുത്തെ എക്സൈസ് തീരുവയുടെ ചിത്രം കൂടി ഒന്ന് പരിശോധിക്കേണ്ടി വരുന്നത്. അപ്പോൾ എന്തായി സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ക്രൂഡ് ഓയിൽ വില കുറഞ്ഞപ്പോൾ ആഭ്യന്തര വിപണിയിൽ വില കുറയ്ക്കാതെ എക്സൈസ് തീരുവ കൂട്ടുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തത്. നമുക്കൊരു കാര്യം ചെയ്യാം, ആ കണക്കുകൾ കൂടി ഒന്ന് പരിശോധിക്കാം. ഇവിടെ എനിക്ക് വലതുവശത്തേക്ക് അതിൻ്റെ ഗ്രാഫിക്സ് വരികയാണെങ്കിൽ നോക്കൂ. ഇത് എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയുന്നത് 2014 പെട്രോളിന് 9 രൂപ 20 പൈസയായിരുന്നു. 2022 ആകുമ്പോൾ 26 രൂപ 90 പൈസയായി മാറുന്നതായി നമുക്ക് കാണാം. ഡീസലിൻ്റേത് 3 രൂപ 46 പൈസയായിരുന്നു എക്സൈസ് ഡ്യൂട്ടി എങ്കിൽ അത് 21 രൂപ 80 പൈസയായി മാറി. ഈ 2014 എന്ന് പറയുന്ന വർഷത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ എടുത്ത സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് അത് ക്രൂഡ് ഓയിലിൻ്റെ കണക്ക് നോക്കിയപ്പോൾ എടുത്ത സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് അത് കണക്റ്റഡാണ്. ഈ അന്താരാഷ്ട്ര വിപണിയിൽ നിൽക്കുന്ന വിലയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പെട്രോളും ഡീസലും അടക്കമുള്ള മറ്റ് ഇന്ധനങ്ങളുടെയും കൂടി വിലയുടെ ഒരു ഗ്രാഫിക്സ് കൂടി പെട്ടെന്നൊന്ന് നോക്കി നമുക്ക് മറ്റു വിവരങ്ങൾ കാണാം. ഓക്കെ, നോക്കൂ. ഇവിടെ ഈ 2014ലെയും ഇപ്പോഴത്തെയും നിലവിലെയും വിലയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഏറ്റവും മുകളിൽ കാണുന്നത് ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ കണക്കാണ്. എക്സൈസ് നികുതി 1 ലിറ്ററിന് എത്രയാണെന്നുള്ളത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും കാണിച്ചിട്ടുണ്ട്. അത് 2014ലെയും ഇപ്പോഴത്തെയും വില നാം ഇപ്പോൾ താരതമ്യപ്പെടുത്തിയതേ ഉള്ളൂ. ഇത് പെട്രോളിലേക്ക്, ഡീസലിലേക്ക്, LPGയിലേക്ക്, PNGയിലേക്ക് ഒക്കെ എത്തുമ്പോൾ CNG വരെ ഉള്ള വിലയാണ് ഈ കാണിച്ചിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്രോളിൻ്റെ നോക്കിയാൽ 71 രൂപ 41 പൈസയാണ് 2014 ഉണ്ടായിരുന്നത്. അത് 101 രൂപയ്ക്ക് മുകളിലേക്ക് എത്തി നിൽക്കുന്നു. ഇപ്പോൾ 101 മുതൽ 116 രൂപ വരെയൊക്കെ ആയി നിൽക്കുന്നു ഇപ്പോൾ. ഓക്കെ, ഡീസലിൻ്റെ വില നോക്കൂ. 55 രൂപ 49 പൈസയായിരുന്നത് 96 മുതൽ ഏതാണ്ട് 100ന് മുകളിലേക്കൊക്കെ എത്തി നിൽക്കുന്നു. ഇത് കഴിഞ്ഞ ആഴ്ചത്തെ ഏറ്റവും ഒടുവിലത്തെ വിലയുമായി ആണ് ഈ താരതമ്യം. 2014 LPGക്ക് ഉണ്ടായിരുന്ന വില 410, അത് സിലിണ്ടറിന് പാചകവാതകത്തിൻ്റെ വിലയാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരെയും, എല്ലാ വീടുകളെയും ബാധിക്കുന്ന ഒന്നാണ്. 410 രൂപയായിരുന്ന അതിൻ്റെ വിലയാണ് ഇപ്പോൾ നമുക്ക് ഏതാണ്ട് 1000 രൂപയുടെ അടുത്ത് എത്തി നിൽക്കുന്നത് ഇപ്പോൾ LPGയുടേത്. PNGയുടേത് നോക്കൂ. 25 രൂപ 50 പൈസ ആയിരുന്നത് അത് 36 രൂപ 61 പൈസയിലേക്ക് മാറിയിരിക്കുന്നു, വലുതായിരിക്കുന്നു. CNGയുടെ വില 2014 ഏറ്റവും ഒടുവിൽ താഴെ കാണുന്ന വിലയിലേക്ക് നമ്മൾ വന്നാൽ CNGയുടെ വില 35 രൂപ 20 പൈസ ആയിരുന്നത് ഇപ്പോൾ 67 മുതൽ 79. ഇപ്പോൾ വാസ്തവത്തിൽ കേരളത്തിൽ CNGയുടെ വില ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നതനുസരിച്ച് 80 രൂപയാണ്. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള കണക്കുകൾ. അപ്പോൾ ചുരുക്കത്തിൽ അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണ വില കുത്തനെ ഉയരുക തന്നെയാണ്. അതിന് സമാന്തരമായിട്ട് ഇവിടെ ഇനിയും ഇന്ധനവില ഉയരാൻ തന്നെയാണ് സാധ്യത. ഒപ്പം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നികുതി കൂടി ചേരും. അപ്പോൾ ഇന്ധനവില ഉയർന്നു തന്നെ നിൽക്കുമെന്നതിൽ ഒരു സംശയവും വേണ്ട. ഇതിന് സമാന്തരമായി നാം മറ്റൊന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. രാജ്യത്ത് ഈ നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടാൻ സാധ്യതയുണ്ട് എന്നുള്ളതല്ല, അത് അങ്ങനെ ആയി തുടങ്ങിയിട്ടുണ്ട്. പൊതുഗതാഗത സംവിധാനങ്ങളുടെ നിരക്കുകളും വർദ്ധിക്കാൻ ഇന്ധനവില വർധന സ്വാഭാവികമായും കാരണമാകും. ഇതിനോടകം തന്നെ പല മേഖലകളിലും ആ ഇന്ധനവില വർധന പ്രതിഫലിച്ചു തുടങ്ങിയിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വിഷയവുമായി
ഇനി വീണ്ടും കാണാം. നമസ്കാരം.